ഹായ് ഹലോ അസ്സലാമു അലൈക്കും. ഇപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ പനിക്കൂർക്ക അറിയാലോ എല്ലാവർക്കും. നമുക്ക് കഫക്കെട്ട് അതുപോലെ ചുമ കഫക്കെട്ട് അതിനൊക്കെ നമ്മളെല്ലാവരും കുട്ടികൾക്കൊക്കെ യൂസ് ചെയ്യുന്നതാണല്ലോ ഇത്. അപ്പം അതുകൊണ്ട് ഞാനൊരു സോപ്പ് ഉണ്ടാക്കിയിട്ടാണ് ഇപ്പം നിങ്ങൾക്ക് ഇന്ന് കാണിക്കുന്നത്. അതായത് പനിക്കൂർക്കയും അതുപോലെ തന്നെ കറ്റാർവാഴയുടെ ഒരു പീസും എടുത്തിട്ടാണ് ഞാൻ സോപ്പ് ഉണ്ടാക്കുന്നത്. അതായത് കറ്റാർവാഴയുടെ ആ രണ്ട് ഭാഗത്തുള്ള മുള്ള് കളഞ്ഞിട്ട് അത് പീസ് പീസായിട്ട് അതും എടുക്കണമുണ്ട്. അതുപോലെ തന്നെ പനിക്കൂർക്കയും കൂടെ മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക. അപ്പോൾ ഞാനത് അടിച്ചെടുത്തിട്ട് വരാം. പനിക്കൂർക്ക എത്ര അളവ് എന്നില്ല, ഒരു 5-6 പീസ് ഉണ്ടാവും. അത് നന്നായി കഴുകിയിട്ട് മിക്സിയുടെ ജാറിലിടുക. അതുപോലെ തന്നെ കറ്റാർവാഴയുടെ ഒരു പീസ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഒരു വലിപ്പമുള്ള ഒരു തണ്ടെടുക്കുക. എന്നിട്ട് അതിൻ്റെ രണ്ട് ഭാഗത്തെ മുള്ളും കളഞ്ഞിട്ട് അത് അതിൻ്റെ പച്ചയോട് കൂടെ തന്നെയാണ് ഞാൻ അതിലേക്ക് ഇട്ടിട്ട് പിന്നെ വെള്ളം ചേർക്കുന്നില്ല. കാരണം ഓൾറെഡി നമ്മുടെ കറ്റാർവാഴയിൽ വെള്ളം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ വെള്ളം ചേർക്കാതെയാണ് ഞാനത് മിക്സിയിൽ അരച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്ക് ഒരുപാട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇത്രയൊന്നും ആവശ്യം വരുന്നില്ല. 2 സ്പൂൺ അല്ലെങ്കിൽ 1 ടീസ്പൂൺ അട്ടം നമ്മൾ എടുക്കുന്നുള്ളൂ. ബാക്കിയുള്ളത് നമുക്ക് കേടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഉണ്ടാക്കുമ്പോൾ നമുക്കതിൽ നിന്ന് എടുത്താൽ മതി. അപ്പോൾ അങ്ങനെ ഒരുപാടായി എന്ന് കണ്ടു കഴിഞ്ഞാൽ കുറച്ച് എടുത്തിട്ട് സോപ്പ് ഉണ്ടാക്കിയിട്ട് ബാക്കി നമുക്ക് ഫ്രിഡ്ജിൽ ഒരു കണ്ടെയ്നറിലായിട്ട് അടച്ചു വെച്ചിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ എടുത്തിട്ട് നമുക്ക് സോപ്പ് ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ സോപ്പ് ബേസ് മെൽട്ടാക്കി എടുത്തിട്ടുണ്ട്. 1 കിലോൻ്റെ സോപ്പ് ബേസിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂണാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കറക്റ്റായിട്ട് അത് നിറഞ്ഞിരിക്കണം. 1 ടീസ്പൂണ് എന്നുള്ളത് 1 ടീസ്പൂൺ എടുക്കുമ്പോൾ അത് ഫിനിഷ് ആയിരിക്കണം. അപ്പോൾ എനിക്കെന്തോ കുറച്ച് കുറവ് പോലെ തോന്നിയപ്പോഴാണ് ഞാൻ കുറച്ചും കൂടെ എടുത്തത്. കറക്റ്റ് 2 ടീസ്പൂൺ ഒരു സോപ്പ് ബേസിലേക്ക് നമ്മൾ എടുക്കേണ്ടത് കറക്റ്റ് 2 ടേബിൾ സ്പൂണാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് മണത്തിന് വേണ്ടിയിട്ട് ഫ്രാഗ്രൻസ് ഓയിൽ ഒഴിക്കാം. എപ്പോഴും ഫ്രാഗ്രൻസ് ഓയിൽ ഒഴിക്കുമ്പോൾ കൂടുതൽ ഒഴിക്കാൻ നോക്കുക. കാരണം നമ്മുടെ സോപ്പിന് നല്ല മണം കിട്ടണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ഒഴിച്ചാലാണ് ശരിയാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്രാഗ്രൻസ് ഓയിൽ ഒഴിക്കുമ്പോൾ 1/2 പാത്രമെങ്കിലും ഒഴിക്കാൻ നോക്കുക. ഈ ഒരു ബോട്ടിൽ 1/2 പാത്രമെങ്കിലും ഒഴിക്കാൻ നോക്കുക. ഇനി നമുക്കത് മോൾഡിലേക്ക് ഒഴിച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പം നമ്മൾ ഫുള്ളായി മോൾഡിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് സെറ്റായിട്ട് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. കണ്ട അതിൻ്റെ കളർ, നമ്മൾ കളറൊന്നും ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒറിജിനൽ കളർ തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നമ്മളിപ്പോൾ ഇനി ഇതിൽ കളർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഒന്നും കൂടെ പച്ച കിട്ടും. അപ്പോൾ അത് വേണ്ടാന്ന് വിചാരിച്ചിട്ട് യാതൊരു കെമിക്കലും കൂടാതെ ആ ഒരു കളറും ചേർക്കാണ്ടാണ് നമുക്കിപ്പോൾ ഈ ഒരു കളറായിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്ക്.